ഏഴരയോടെ പ്രാർത്ഥിച്ചാരംഭിച്ച യാത്രയുടെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ സെക്ഷൻ തൊട്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ബഹുമാന്യരായ നേതൃനിരകളിൽപ്പെട്ടവർ പല സമയത്തും ഇതിൻ്റെ ഭാഗവാക്കുകളായി. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത്, ഈ പ്രയർ വാക്കിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവറുകളാണ്. ഇന്ന് വൈകുന്നേരം ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ക്രൈസ്തവ കൈരളിക്ക് ഏറ്റവും സുപരിചിതനും അസംബ്ലീസ് ഓഫ് ഗോഡ് മഹാപ്രസ്ഥാനത്തിൻ്റെ അമരത്ത് ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന വേദാധ്യാപകനും കൂടെ ആയിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ ഡോക്ടർ ഐസക് ബി മാത്യു സാർ അവറുകളാണ്. സാറ് ഇന്ന് വൈകുന്നേരം നമ്മുടെ നടുവിൽ കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മീറ്റിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കർമ്മത്തിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് ബി മാത്യു സാറിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങളെ തട്ടി ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം. അസംബ്ലീസ് ഓഫ് ഗോഡ് കേരളക്കരയിലെ മധ്യമേഖല ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ജെ സജി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ സമാപന യോഗം, ഇതിൽ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ അജി ഈ മേഖലയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച് ഇങ്ങനെയുള്ള സാധാരണ അല്ലാത്തതിൽ വ്യത്യസ്തമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ആളുകളോട് പങ്കിടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച പാസ്റ്റർ സജി, ഈ വേദിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവഭൃത്യന്മാര്, സദസ്സിലായിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സ്, വിശ്വാസികളായ ആളുകൾ, എന്നെ കേൾക്കുന്ന മറ്റു വിവിധയിടങ്ങളിൽ ഇവിടെ സന്ദർശകരായിട്ട് വന്നിട്ടുള്ള സ്നേഹിതര്, നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ മാസം 18-ാം തീയതി കോട്ടയത്ത് പ്രാർത്ഥന പദയാത്ര മധ്യമേഖല ഡയറക്ടർ പാസ്റ്റർ ജെ സജിയുടെ നേതൃത്വത്തിൽ സഭകളെയും വിശ്വാസികളെയും ഏകോപിപ്പിച്ച് വിവിധ ഇടങ്ങളിലൂടെ അവര് പ്രാർത്ഥന പദയാത്ര നടത്തി പലയിടങ്ങളിലും സുവിശേഷം അറിയിച്ച് ഏറ്റവും അവസാനത്തെ ദിവസം അദ്ദേഹം ഇവിടെ കൊല്ലം പട്ടണത്തിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്ററാണ്. അദ്ദേഹമായിരിക്കുന്ന ഈ പട്ടണത്തിൽ തന്നെ സമാപന സമ്മേളനം നടത്തുവാനായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു സമയം അദ്ദേഹത്തെ വിശേഷാൽ ഞാൻ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം വളരെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച പാസ്റ്റേഴ്സ് ഉണ്ട്, വിശ്വാസികളായ ആളുകളുണ്ട്, കൈത്താങ്ങൽ കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. എത്രയോ കിലോമീറ്ററുകളൊക്കെ ഇന്ന് നടക്കാൻ നിങ്ങൾ തയ്യാറായി, പല ദിവസങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ചില ആളുകളെയൊക്കെ ഞാൻ നല്ല വെളുത്ത നിറമുള്ള ചില ആളുകളെ കണ്ടപ്പോൾ മുഖമൊക്കെ ചുമന്ന് കറുത്തു തുടങ്ങി. കൊല്ലകടവിലൊരു പാസ്റ്റർ ഉണ്ട്, എന്താ പാസ്റ്റർ സാംപി ലൂക്കോസ്, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, ആദ്യത്തെ പേര് ഓർമ്മ വരുന്നുണ്ട്. അദ്ദേഹത്തെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയധികം വെയിൽ കൊണ്ടോ. ഞാന് ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ പദയാത്രയെ ഞാൻ മനസ്സിലാക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഒരു പക്ഷേ ഇവരുടെ ഉദ്ദേശം. എൻ്റെ ഒരു വിവേചനത്തിൽ ഞാൻ നോക്കുമ്പോൾ, ഒന്ന്, നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ മനുഷ്യൻ വഷളായപ്പോൾ അന്ന് നോഹ നീതിപ്രസംഗി നന്മ പ്രസംഗിച്ചതുപോലെ തന്നെ സമൂഹത്തോട് നിങ്ങൾ അപകടത്തിലേക്ക് പോകുകയാണ് എന്ന് വിളിച്ചറിയിക്കുന്നത് സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു മുന്നറിയിപ്പ് നൽകാനായിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു.
എത്ര നിരാശപ്പെട്ട മനുഷ്യർക്കും എത്ര തകർന്ന് തരിപ്പണമായിരിക്കും there's a hope, പ്രതീക്ഷ, സാധ്യതയുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ അതെ, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർക്ക് വേണ്ടി തന്ന ആ സുവിശേഷം, നല്ല വാർത്ത, അത് അറിയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കിയത്. മൂന്നാമത്തത്, ഈ പദയാത്ര നടത്തുമ്പോൾ കൊച്ചു കേരളത്തിന്റെ മധ്യഭാഗമായ ഏതാണ്ട് 4 ജില്ലകളെ ചേർത്ത് ഈ ജില്ലകളുടെ ഹൃദയഭാഗത്തു കൂടി വിശുദ്ധന്മാരായ ആളുകളുടെ പാദം ചവിട്ടി അവര് ചവിട്ടുന്നിടമെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് ഈ സമൂഹത്തിൽ പലയിടങ്ങളിൽ നിന്നും ദൈവത്തിനുള്ളൊരു ആരാധന അർപ്പിക്കാനുള്ളൊരു പരിശ്രമമാണ് ഇവര് നടത്തിയത്. അവരെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകള്, ഇവിടെ ഇന്ന് വന്ന് ഈ ജാഥയിലൊക്കെ വന്ന് പദയാത്രയ്ക്ക് വന്ന ആളുകള് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിന്റെ ഭാഗമാണ്. അതില് പുരോഹിതന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന ആളുകളുണ്ട്, അവര് ഇവിടെ ഉണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തെക്കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ പറയട്ടെ. 193 രാജ്യങ്ങളില് വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹമാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നുള്ളത്. 7 കോടി ജനങ്ങള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ സമൂഹത്തിലുള്ള അംഗങ്ങളാണ്. ലോകത്തിൽ വിവിധ രാജ്യങ്ങളില് വലിയ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ള, പ്രത്യേകിച്ച് ടീൻ ചലഞ്ച് എന്ന് പറയുന്ന ലോകത്തിലെല്ലാം അറിയപ്പെട്ടിട്ടുള്ള, നമ്മുടെ രാജ്യത്തുമുണ്ടത്, ബോംബെ മാതിരിയുള്ള പട്ടണങ്ങളിലുണ്ട്. മയക്കുമരുന്നുകാരുടെ ഇടയിൽ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന, കൈപിടിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന അതുപോലെയുള്ള ശുശ്രൂഷകളും സേവനങ്ങളും മനുഷ്യ മനസ്സിനെ തണുപ്പിക്കുന്ന സുവിശേഷത്തിന്റെ പ്രസംഗവും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹം എന്നുള്ളത്. ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ ചില വാക്കുകൾ കൂടി ആരംഭമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പറഞ്ഞപ്പോൾ ഇവര് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. മദ്യം, മയക്കുമരുന്ന് ആദിയായ കാര്യങ്ങളുടെ ഉപയോഗം കൊണ്ട് തകർന്നു പോകുന്ന വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, എത്രയോ പേരുടെ മനസ്സിന്റെ ആരോഗ്യം തകർന്ന് പോകുന്നവരുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പത്തനംതിട്ട, ഞാനും ഒരു സൈക്യാട്രിസ്റ്റും കൂടെ ചേർന്ന് മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരന്, അദ്ദേഹം വിവാഹിതനാണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഏതാണ്ട് വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അവര് 2 പേരും കൂടെ ട്രീറ്റ്മെന്റിന് വന്നതാ. ഞാനും ഈ ഡോക്ടറും കൂടി അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു, അല്ല മറ്റു രോഗികളെ പരിശോധിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്കുള്ള ഒരു ഇടവേളയിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ, പേര് ഞാൻ മാറ്റട്ടെ, സിറിയാക്ക് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സിറിയക്കിന് നേരത്തെ എൻ്റെ അടുക്കൽ വന്നതാ കൗൺസിലിങ്ങിന് വേണ്ടി. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ആലില പോലെ വിറയ്ക്കുന്നുണ്ട്. ഞാൻ അടുത്തു ചെന്നു, പതുക്കെ എൻ്റെ കൈയിട്ട് ഞാൻ ആലിംഗനം ചെയ്തു. ഞാൻ ചോദിച്ചു, സിറിയക്ക് എന്താ പറ്റിയത്? ഡോക്ടറെ കാണാനായിട്ട് നിൽക്കുകയാ. അദ്ദേഹം എന്നോട് പറയാം, ഡോക്ടറെ എനിക്ക് 1/2 പെഗ്ഗൊന്ന് തരണേ, അല്പം മദ്യം തരണമേ എന്നാ. മദ്യത്തിന്റെ ആസക്തി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ, അത് കിട്ടാതെ വന്നപ്പോഴുള്ള അതിനോടുള്ള പ്രതികരണമാണ് ശരീരം മുഴുവൻ. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഥ മാത്രമല്ല, എത്ര കുടുംബങ്ങളാണ്, എത്ര വ്യക്തികളാണെന്നറിയാമോ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളം ഇന്ന് 1-ാം സ്ഥാനത്താ, പല കാര്യത്തിനും നമ്മൾ 1-ാം സ്ഥാനത്താ. ആദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് സാക്ഷരതയ്ക്ക്, വിദ്യാഭ്യാസത്തിന്, സാക്ഷരതയ്ക്ക് കൊച്ചു കേരളം 1-ാം സ്ഥാനത്താ. ആരോഗ്യത്തിന്റെ പരിപാലനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കൊച്ചു
കേരളം. പിന്നെ മതസൗഹാർദ്ദത്തിന് അറിയപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ടൂറിസത്തിന് അറിയപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കൊച്ചു കേരളം. കൊച്ചു കേരളത്തെ ഇന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്നത് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന. പക്ഷെ ഇതിന് മറു സൈഡും കൂടി കൊച്ചു കേരളത്തിനുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ചില വാക്കുകൾ കൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കൊച്ചു കേരളം വേറെ പലതിനും ഒന്നാം സ്ഥാനത്താണെന്നറിയണം. കൊച്ചു കേരളം ആത്മഹത്യക്ക് നമ്മുടെ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ്. തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാകുന്ന കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഈ സംസ്ഥാനങ്ങളെ ഒരു ബ്രിട്ടീഷ് ജേണൽ ലാൻസെറ്റ് എന്ന് പറയുന്ന ഒരു ജേണലുണ്ട്. അത് പറയുന്നത് ഹബ് ഓഫ് സൂയിസൈഡ് എന്ന, ആത്മഹത്യയുടെ കേന്ദ്രമാണെന്ന. 30 മുതൽ 32 പേര് വരെ ഈ കൊച്ചു കേരളത്തില് ആത്മഹത്യ ദിനംതോറും ചെയ്യുന്നുണ്ട്. മറ്റൊരു പഠനം കാണിക്കുന്നത് കേരളം ആളോഹരി മദ്യപാനത്തിന് പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയും. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് സാക്ഷരതയുള്ള, ആരോഗ്യപരിപാലനമുള്ള, സാംസ്കാരിക കേരളത്തില് നമ്മളാണ് മദ്യപാനത്തിന് ഒന്നാമത് നിൽക്കുന്നത്. കൊച്ചു കേരളം, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ ഭാഗം ഞാനങ്ങ് വിടാം. കേരളത്തെ ഇന്ന് അറിയുന്നത് ക്യാപിറ്റൽ ഓഫ് ഡിവോഴ്സ്, വിവാഹമോചനത്തിന്റെ തലസ്ഥാനമെന്നാണ് കൊച്ചു കേരളത്തെ വിളിക്കുന്നത്. ഏതാണ്ട് ഇതിനോട് തുല്യമായിട്ടുള്ള മറ്റൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊച്ചു കേരളത്തിൽ വിവാഹമോചനം 350% വർദ്ധിച്ചിരിക്കുകയാണെന്ന. ശരാശരി ഒരു ദിവസം കോടതികളിലെ 40ഓളം കുടുംബങ്ങൾ കോടതികളുടെ വിധിയാൽ പരസ്പരം ബന്ധങ്ങൾ വേർപെട്ട കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് രണ്ടും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ 2 മുഖഛായകളാണ്. ഒന്ന്, അഭിമാനത്തോടു കൂടി പറയാം ഗോഡ്സ് ഓൺ കൺട്രി. എന്നാൽ അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിന്റെ എവിടെയോ തകർന്നു പോകുന്ന, അത് ഉടഞ്ഞു വീഴുന്ന ഒരു ചിത്രം കൊച്ചു കേരളത്തിൻ്റെത് കാണാം. ഒരു ഭാഗത്ത് വികസനം, മറുഭാഗത്ത് അധപ്പതനത്തിൻ്റെ ശബ്ദങ്ങളും അതിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് മറ്റ് യുദ്ധങ്ങളൊന്നുമല്ല നടക്കുന്നത്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം, സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം, ഇരുളും വെളിച്ചവും തമ്മിലുള്ള ഹിയർ ഇസ് എ ബിഗ് ബാറ്റിൽ. ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ആ യുദ്ധത്തിലെ ഇതിന്റെ പങ്കാളികളാ. ഇത് ഈ യുദ്ധം, ഞാനീ പറഞ്ഞു വരുന്നെല്ലാം പുറത്താ. പക്ഷെ ഞാൻ മനഃശാസ്ത്ര ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാ. എൻ്റെ അടുക്കൽ വരുന്ന ആളുകളുടെ മനസ്സ് ഞാൻ കാണാറുണ്ട്. പുറത്തല്ല യുദ്ധം, മനുഷ്യന്റെ മനസ്സിനകത്താണ് യുദ്ധം നടക്കുന്നത്. എന്താണെന്നറിയാമോ? നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം മനുഷ്യനില്. അതെ, വിശുദ്ധ ബൈബിള് ഒരു വളരെ പ്രശസ്തനായ പൗലോസ് എന്ന് പറയുന്ന ഒരാള് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ കുറിച്ച് പറയുകയാണ്. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹം, നന്മ എനിക്കറിയാം, ഉത്തമമായത് എനിക്കറിയാം, ദാറ്റ് വിച്ച് ഈസ് ഡിസൈറബിൾ, അഭിലഷണീയമായത് എനിക്കറിയാം. പക്ഷേ ആഗ്രഹിക്കാത്ത തിന്മ, വ്യാജം, അഴുക്ക്, എന്നിൽ എന്തോ മറ്റൊന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. തിന്മ എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്ക് നിന്നിട്ട് ഇതിനെ, തിന്മയെ തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ സ്ട്രഗിളാ. നമ്മളെല്ലാവരും കയറി ഇറങ്ങുന്ന സ്ട്രഗിളാ. എൻ്റെ അടുക്കൽ മദ്യപാനികൾ എത്ര പേരാണെന്നറിയ വന്ന് പറയും, സാർ ഞാൻ നിർത്താൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് കഴിയില്ല, ഇതെന്നെ വിഴുങ്ങിക്കളയുക. എനിക്കറിയാം മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള ആളുകളെ അവരുടെ മനസ്സിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നറിയണം. സാധാരണക്കാരെ പോലെ ചിന്തിക്കാൻ കഴിയത്തില്ല. സ്ഥിരമായി അത് മദ്യപിക്കുക, സ്ഥിരമായി മയക്കുമരുന്നിന് അടിമകളാകുക, മനസ്സിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ മാനസിക രോഗികളായിട്ട് ആളുകൾ മാറുന്നുണ്ട്.
അങ്ങനെയുള്ളവരാണ് നിലവിളിക്കുക, അയ്യോ ഇതെന്താണ്, എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തുമോ? മനുഷ്യ മനസ്സിന്റെ നിലവിളിയ. ഒരു പക്ഷേ നമ്മളിൽ പല ആളുകളുടെയും നിലവിളിയ. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നിലവിളി അവസാനം ഇങ്ങനെയാണ് ബൈബിളിൽ എഴുതുന്നത്: അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗ്രോൺ ചെയ്യുന്ന, ഞരങ്ങുന്നതായ മനുഷ്യ മനസ്സ. വിശുദ്ധ ബൈബിള് പറയുന്നത് ഈ ഭൂമി സൃഷ്ടിയെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന. എന്തിനാണെന്നറിയോ? നന്മ ജനിക്കുന്നതിന് വേണ്ടി, ഈ തിന്മയെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി. പക്ഷേ മനുഷ്യ ചരിത്രം തെളിയിക്കുന്നത് മനുഷ്യനിത് പരാജയപ്പെട്ട മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതാ. മറ്റു ജീവജാലങ്ങളെക്കാൾ ഏറ്റവും ഉയർന്ന ഒരു തലം കൊടുത്ത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യന്റെ നിസ്സഹായത കണ്ട് ദൈവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, ദൈവത്തിന്റെ പ്രതി ആഴമായ സ്നേഹമാ. വിശുദ്ധ ബൈബിള് പറയുന്നത് ദൈവം സ്നേഹമാണെന്ന. ഈ തകർന്നു പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗതികേട് കണ്ടിട്ട് ദൈവം ചെയ്തത് എന്താണെന്നറിയാം? ദൈവം മനുഷ്യനായിട്ട് ജനിക്കുവാൻ ഈ മനുഷ്യന്റെ ഈ നൊമ്പരത്തിന്റെ ശരീരം അതെടുത്തു. ബൈബിള് പറയുന്നത് വചനം ജഡമായി തീർന്നു, ദൈവം മനുഷ്യനായി തീർന്നു, മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? അതാണ് യേശു എന്ന് പറയുന്നത്. നമ്മളൊക്കെ രക്ഷകൻ എന്നൊക്കെ വിളിക്കുന്നത് ആരാ? ഈ പാപത്തിന്റെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത യുദ്ധത്തിൽ നിന്ന് യുദ്ധ തടവുകാരെ പോലെ, അടിമകളെ പോലെ ജീവിക്കുന്ന ആളുകളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകന് അവർക്ക് ആവശ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ടോ മനഃശാസ്ത്രം കൊണ്ടോ ആധുനിക സംസ്കാരം കൊണ്ടോ ഇതുകൊണ്ടൊന്നും, ഡിസിപ്ലിൻ കൊണ്ട്, ചിട്ട കൊണ്ട് ഇതൊന്നും മനുഷ്യനെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയില്ല. അങ്ങനെയാണ് ദൈവം ചെയ്തത്. ചരിത്രപരമായ ഒരു സംഭവമുണ്ട്, ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുകയില്ല. എന്താണെന്നറിയാം? ദ ക്രൂശ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെ, യേശു ക്രൂശിക്കപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? മനുഷ്യന്റെ ജീവിതത്തെ കാർന്നു തിന്നുന്ന തിന്മകളെ മാറ്റുവാൻ, അതിനെ പരാജയപ്പെടുത്തുവാൻ, അതിനു വേണ്ടി യേശു മനുഷ്യന് യാഗമായി തീർന്നു. മനുഷ്യരുടെ പാപത്തിന്റെ കറകളെ മാറ്റുവാൻ മറ്റൊന്നിനും കഴിയുകയില്ല. ഈ തിന്മകളെ മാറ്റുവാൻ ഒരു തത്വശാസ്ത്രത്തിനും കഴിയുകയില്ല. പക്ഷേ യേശു മനുഷ്യന്റെ ഈ പാപത്തിന് വേണ്ടി മരിച്ച് അവന്റെ ഈ വൈരുദ്ധ്യാത്മകത മാറ്റിയിട്ട് അവനിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ അങ്ങ് ക്രൂശിക്കപ്പെട്ട് അങ്ങ് മരിച്ചു. ബൈബിള് പറയുന്നത് അവിടുന്ന് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? പാപത്തെ അദ്ദേഹം കീഴ്പ്പെടുത്തി, മരണത്തെ അദ്ദേഹം കീഴ്പ്പെടുത്തി. ഈ യുദ്ധത്തിൽ ഞാനും നിങ്ങളും ജയിക്കായികയാൽ അദ്ദേഹം നമുക്ക് വേണ്ടി പാപത്തെ തോൽപ്പിച്ചു, മരണത്തെ തോൽപ്പിച്ചു, തിന്മയെ തോൽപ്പിച്ചു. അതിനാണ് പറയുന്നത് സുവിശേഷം. ആ യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണെന്ന് പറയാം. ഫൊർഗീവ്നെസ്. ആദ്യം നമുക്ക് ലഭിക്കുന്നത് പാപത്തിന്റെ തിന്മയുടെ ക്ഷമയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ഈ തിന്മയിൽ നിന്ന്, ഈ വ്യാജത്തിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, അതെ മനസ്സിനകത്ത് വരുന്ന തിന്മകളിൽ നിന്ന്, അതിനകത്തുനിന്നുള്ളൊരു ഫ്രീഡമാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ആൻഡ് എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതമാണ് അത് യേശുക്രിസ്തു നമുക്ക് തരുന്നത്. ആ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ തളർന്നിട്ടുണ്ടായിരിക്കാം, ജീവിതം തകർന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, there is still hope. സാധ്യതകളുണ്ട്. അതെ, പ്രതീക്ഷയ്ക്ക് വകകളുണ്ട്. മറ്റൊരിടത്തുമല്ല, യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പഴയ ആളല്ല. നമ്മൾ ആളിന് വ്യത്യാസം വന്നു, ഒരു പുതിയ സൃഷ്ടിയാ. അതാണ് ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് നയിക്കാനായിട്ട് കഴിയുന്നത്. ആ യേശുക്രിസ്തുവില് നിങ്ങളുടെ കൊച്ചു ജീവിതത്തെ സമർപ്പിച്ചു കഴിയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ വ്യത്യാസങ്ങൾ വരുത്തുന്നു. ആ യേശു കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്നവരിവിടെ ഒത്തിരി പേരുണ്ടെന്നറിയാം.
പഴയ കാലങ്ങളിലൊക്കെ ഈ സത്യം വിളിച്ചു പറയുന്ന രീതി ഉണ്ടായിരുന്നു. അതിന്റെ ആദ്യ ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമില്ലല്ലോ. പക്ഷെ നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് സാക്ഷ്യം പറയണം. എന്താ ചെയ്യുന്നറിയോ? ഞാൻ പറയും, യേശുക്രിസ്തു പാപികളെ, ബാക്കി ആരാ പറയേണ്ടത്? നിങ്ങള്. യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, നാലാമത് പറയും യേശുക്രിസ്തു രാജാവായി. വാ, ഞാനിത് പറയാൻ പോകും. അത് കഴിയുമ്പോഴേ ഞാൻ ഉദ്ഘാടനം ചെയ്യത്തുള്ളൂ. എല്ലാവരും കൂടി അത് പറയേണ്ടത് എന്താണെന്നറിയാം? നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മളെ കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഇതിനകത്തൊരു ഡൈനാമിക് പവർ ഉണ്ട്, ഇതിനകത്തൊരു ശക്തിയുണ്ട്, ഇതിനകത്തൊരു വലിയ ചേഞ്ച് വരും, വലിയ സാധ്യതയുണ്ട്. നിങ്ങൾ എൻ്റെ പിന്നാലെ പറയുമോ? യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാവായി. അവന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം അടിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഒരു കരങ്ങൾ അടിച്ചാട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. വളരെ അനുഗ്രഹീതമായൊരു സന്ദേശത്തിലൂടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത പ്രിയ ഡോക്ടർ ഐസക് വി മാത്യു സാറിനോട് നന്ദി പറയുന്നു. തുടർന്ന് നാം ഒരു ഗാനം കേൾക്കാൻ പോകുകയാണ്. നമുക്ക് വേണ്ടി പാടുന്നത് സിസ്റ്റർ മായ മാർഷൽ, കൊല്ലം ടൗൺ AG ചർച്ചിലെ മെമ്പർ കൂടെയാണ്. കർത്താവിന്റെ ദാസിയെ അതിനായി മുന്നോട്ട് ക്ഷണിക്കും.